ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്തസ്വരങ്ങളെയും സപ്തവർണ്ണങ്ങളെയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് എർത്തിനെയും അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെയും കുറിച്ച് നോക്കാം. ഒന്നായിരിക്കുന്ന എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പഠന സൗകര്യത്തിനായിട്ട് നമ്മൾ പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ ലെയർ ഭൂവൽക്കത്തോട് ചേർന്നുള്ളത് ട്രോപ്പോസ്ഫിയർ, അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞാൽ മീസോസ്ഫിയർ, അതിനു മുകളിലായിട്ട് തെർമോസ്ഫിയർ, ഔട്ടർ ആയിട്ട് വരുന്നത് എക്സോസ്ഫിയർ ആണ്, അതിനപ്പുറം സ്പേസ്. ഇവിടെയും ഭൂമി ഉൾപ്പെടെ അതിനോട് ചേർന്നുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് നോക്കിയാൽ നമുക്ക് 7 ലെയേഴ്സ് വ്യക്തമായിട്ട് കാണാം, ഇൻക്ലൂഡിങ് സ്പേസ്. ഇനി നമുക്ക് ഈ വിവിധ ലെയറുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള ട്രോപ്പോസ്ഫിയറിലാണ് വായുവിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത്. അത് 99% വാട്ടർ വേപ്പറും 75% ഓഫ് എയറും അവിടെ കാണുന്നു. ഇവിടെ ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദവും ഊഷ്മാവും ടെമ്പറേച്ചറും കുറയുകയാണ് ട്രോപ്പോസ്ഫിയറിൽ. മുകളിൽ കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഉയരം കൂടുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. ഓസോൺ ലെയറിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നു. അത് അൾട്രാ വയലറ്റ് റേസിനെ ഫിൽട്ടർ ചെയ്യുന്നു. പിന്നീട് വരുന്ന മീസോസ്ഫിയറിൽ അവിടെയാണ് ഉൽക്കകളെ കാണുന്നത്. അതുപോലെ തന്നെ മിക്സ്ഡ് ഗ്യാസസ് ആണ് അവിടെയുള്ളത്. അതിനുശേഷം തെർമോസ്ഫിയറാണ് ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ റീജിയനാണ്. ആയിരക്കണക്കിന് ടെമ്പറേച്ചറാണ്, 1000-ലധികം ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉള്ളത്. അവിടെ റെയർ ഗ്യാസസിൻ്റെ ആധിക്യമാണുള്ളത്. അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങൾ കാണുന്ന അറോറ മോളിക്കുലാർ കൊളിഷൻസ് കൊണ്ട് അവിടെ ദൃശ്യമാകുന്നു. ഏതാണ്ട് ഈ തെർമോസ്ഫിയറിനും അതിന് പുറമെയുള്ള എക്സോസ്ഫിയറിൻ്റെയും ഏരിയയിലാണ് ഉപഗ്രഹങ്ങളെ റിലീസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റൊക്കെ ഈ എക്സോസ്ഫിയർ റീജിയണിലാണ് ഉള്ളത്. അതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. അതിനപ്പുറത്തേക്ക് ശൂന്യതയാണ് സ്പേസ്. ഈ എക്സോസ്ഫിയറിൽ നിന്ന് ജലത്തിൽ നിന്ന് നീരാവി പൊങ്ങും പോലെ ആറ്റംസും മോളിക്യൂൾസുമൊക്കെ സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓരോ ലെയറിൻ്റെയും തിക്നെസ് ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ, ഒരു 40 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ, അതിനു മുകളിൽ ഒരു 80-100 കിലോമീറ്റർ വരെ മീസോസ്ഫിയറും, അതിനു മുകളിൽ ഒരു 500 കിലോമീറ്റർ വരെ തെർമോസ്ഫിയറും, 500-ന് മുകളിലാണ് എക്സോസ്ഫിയർ കാണുന്നത്. ഈ വിവിധ ലെയറുകളുടെ വ്യാപ്തി പല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശ കണക്ക് ഒരു 15 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയറും ഒരു 500-600 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് എക്സോസ്ഫിയറുമാണ്. അങ്ങനെ സപ്തസ്വരങ്ങൾ, സപ്തവർണ്ണങ്ങൾ, 7 ചക്രകൾ പോലെ ഈ അന്തരീക്ഷത്തിനും ഭൂമിയും സ്പേസും ഉൾപ്പെടെ 7 തലങ്ങൾ കാണാം.